ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെള്ളയപ്പം, പാലപ്പം ഇതിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. ഇതൊരു വലിയൊരു ഗ്ലാസ് ഉണ്ടാവും കേട്ടോ ഗ്രീൻ പീസ്. അതിലേക്ക് പച്ചമുളക്, ഉരുളക്കിഴങ്ങ് 2 എടുത്തിട്ടുണ്ട്, ചെറുതാണ് 2, സവാള, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടെ നമുക്ക് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് കഷ്ണാക്കിയിട്ട് മുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്രീൻ പീസ് വേവാൻ എടുക്കുന്ന സമയം മാത്രം ഒന്ന് അടിക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാളികേരം എടുത്താൽ മതി കേട്ടോ. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട്. ഈ നാളികേരം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് 2 കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം കേട്ടോ. നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തൊക്കെ വെന്തുണ്ട് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നല്ല കുറുകുറാന്നിരിക്കുന്നൊരു കറിയാണ് കേട്ടോ. കുറുമ പോലെ തന്നെ അത് തന്നെയാണ് സെയിം, പക്ഷേ കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് മാത്രം. നമുക്കിത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാമെന്ന് മാത്രം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ സബോളയൊക്കെ കൂടെ ഒന്ന് ഉടയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരമുറി സവോള നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് കാച്ചെടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പതുക്കെ വാടി കഴിയുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് വാടിയുണ്ട് കേട്ടോ. നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്നതിൽ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അരപ്പും കൂടെ ഒഴിക്കണം കേട്ടോ. ഈ അരപ്പും കൂടെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിയാണ്. വെള്ളപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ.